വിദേശത്തേക്ക് വേക്കൻസി നോക്കുന്നവർക്ക് ഇമൈഗ്രേറ്റ് എന്ന ഗവൺമെന്റ് വെബ്സൈറ്റിൽ റിക്രൂട്ടിംഗ് ഏജൻസി ആഡ് ചെയ്തിരിക്കുന്ന ജോബ് ലിസ്റ്റിംഗ് നിന്നും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാം. ഇതിനായി ആദ്യം ഇമൈഗ്രേറ്റ് എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന immigrate.gov.in എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ആയി വരുന്ന പേജിൽ ടോപ്പ് മെനു ബാറിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന ലിങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പോസ്റ്റഡ് ബൈ RA എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആയി വരുന്ന പേജിൽ ഫൈൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന സെക്ഷനിൽ ഏതു രാജ്യത്തേക്കാണ് ജോബ് നോക്കുന്നത് എന്ന് സെലക്ട് ചെയ്യുക. അടുത്തത് ജോബ് റോൾ ആണ്, അത് സെലക്ട് ചെയ്യുക. അടുത്തത് ഫൈൻഡ് ഇന്റർവ്യൂ ലൊക്കേഷൻ എന്നതിൽ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ഇന്റർവ്യൂ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ഇതിൽ സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് എന്ന 2 ഓപ്ഷൻ ഉണ്ട്. സ്റ്റേറ്റ് മാത്രം സെലക്ട് ചെയ്താൽ എല്ലാ ഡിസ്ട്രിക്റ്റിലെയും ഡീറ്റെയിൽസ് കാണിക്കും. തുടർന്ന് സെർച്ച് ജോബ്സ് ക്ലിക്ക് ചെയ്താൽ അവൈലബിൾ ആയ ജോബ്സ് കിട്ടും. ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ മന്ത്ലി സാലറി, വേക്കൻസി എത്ര, കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ്, ഇന്റർവ്യൂ ലൊക്കേഷൻസ് ഉണ്ട്. ഇതിൽ നിന്നും അവരെ കോൺടാക്ട് ചെയ്യാം. ഇനി ജോബ് റോൾ വച്ച് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കൺട്രി സെലക്ട് ചെയ്തു. ജോബ് റോളിൽ ഇവിടെ നേഴ്സ് എന്നത് സെലക്ട് ചെയ്തു. സെർച്ച് കൊടുത്തു. അതനുസരിച്ചുള്ള ലിസ്റ്റിംഗ് ഇവിടെ കിട്ടും. പൊസിഷൻസ് അവൈലബിൾ ആണെങ്കിൽ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ മന്ത്ലി സാലറി, വേക്കൻസി എത്ര, കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ്, ഇന്റർവ്യൂ ലൊക്കേഷൻസ് ഉണ്ട്. ഇനി ഒരു കാര്യം ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾ നോക്കുന്നതോ നേരത്തെ കോൺടാക്ട് ചെയ്തതോ ആയ റിക്രൂട്ടിംഗ് ഏജൻസിക്ക് എതിരെ എന്തെങ്കിലും കംപ്ലയിന്റ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ മെനു ഓപ്ഷനിൽ റിക്രൂട്ടിംഗ് ഏജൻസി എന്നതിൽ ലിസ്റ്റ് ഓഫ് അൺരജിസ്റ്റേർഡ് ഏജൻസീസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ പേജിൽ നിങ്ങളുടെ ഏജന്റ് നെയിം, സ്റ്റേറ്റ് കൊടുത്ത് സെർച്ച് കൊടുക്കുക. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്നു എങ്കിൽ അതിൽ റൈറ്റ് സൈഡിൽ നമ്പർ ഓഫ് ഗ്രീവൻസസ് എന്നതിൽ നമ്പർ കാണിക്കും. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സ്ഥാപനത്തിനോ വ്യക്തികൾക്കോ എതിരെ ഉള്ള പരാതികളാണ്. നിങ്ങളുടെ ഏജൻസി ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രം മുന്നോട്ടു പോകുന്നത് ആയിരിക്കും നല്ലത്. സെയിം ലിങ്കിൽ ആദ്യം ലിസ്റ്റ് ഓഫ് റിക്രൂട്ടിംഗ് ഏജൻസി എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഒരു PDF ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ആ PDF ഫയൽ ഓപ്പൺ ചെയ്താൽ റിക്രൂട്ടിംഗ് ഏജൻസി ഡീറ്റെയിൽ കാണാം. അതിൽ ആക്റ്റീവ് ആണേൽ ആക്റ്റീവ് എന്ന് കാണിക്കും, രജിസ്ട്രേഷൻ ക്യാൻസൽ ആണേൽ ക്യാൻസൽഡ് എന്ന് കാണിക്കും, ലൈസൻസ് എക്സ്പയർഡ് ആണേൽ അത് കാണിക്കും. ഇതും വെരിഫൈ ചെയ്യുക. പാസ്പോർട്ട് ഓൺലൈനായി പുതുക്കുന്നതിന്റെയും പുതിയത് എടുക്കുന്നതും എങ്ങനെ എന്ന വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഏജൻസി ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ECR പാസ്പോർട്ട് ഉള്ളവർക്ക് എങ്ങനെ എമിഗ്രന്റ് ക്ലിയറൻസിനോ അപ്ലൈ ചെയ്യാം എന്ന വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താൽപ്പര്യമുള്ളവരിലേക്ക് ഈ വീഡിയോകൾ ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.